തിരുവനന്തപുരം എസ്.ഐ.ടി ആശുപത്രിയിൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി. സ്ത്രീകളെ പ്രസവ വാർഡിലേക്ക് കൊണ്ടുപോകുന്ന ലിഫ്റ്റാണ് പ്രവർത്തിക്കാത്തത്. പല തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് കൂട്ടിരിപ്പുകാരുടെ ആരോപണം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എത്ര ദിവസമായി ഇപ്രകാരം ലിഫ്റ്റ് കേടായിട്ട്? കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് നിൽക്കുകയാണെന്നാണ് ഈ രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കം പറയുന്നത്. അതായത് ഈ എസ്.ഐ.ടി ആശുപത്രിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്കാണ് ഏറ്റവും ഈ എസ്.ഐ.ടി ആശ്രയിക്കുന്നത്. നിരവധി പേർ പ്രസവവും അതുപോലെ തന്നെ പ്രസവാനന്തര ചികിത്സയും അടക്കം നടക്കുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി നിൽക്കുന്നത്. നിരവധി തവണ ഈ കൂട്ടിരിപ്പുകാരടക്കം പരാതി നൽകിയിട്ടും അതിൻ്റെ പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് അധികൃതർ കടക്കുന്നില്ല എന്നാണ് വ്യാപകമായിട്ടുള്ള പരാതിയായി ഉയരുന്നത്. പലതവണ അധികൃതരുമായി ഈ ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കൂട്ടിരിപ്പുകാരൊക്കെ. എന്നാലും അതിന് ഒരു നടപടിയിലേക്ക് കടക്കുവാൻ തയ്യാറാകുന്നില്ല എന്നാണ് വ്യാപക പരാതി. അതായത് ഈ പ്രസവത്തിനും അതുപോലെ തന്നെ പ്രസവശേഷവും വാർഡിലേക്ക് സ്ത്രീകളെ മാറ്റുന്ന ഒരു പ്രധാന ലിഫ്റ്റാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായി നിൽക്കുന്നത്. ആ കേടുപാടുകൾ സംഭവിച്ചത് കൊണ്ട് അടച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളും ആ ലിഫ്റ്റിന് മുന്നിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. എന്നാൽ അടിയന്തരമായിട്ട് ഒരു നടപടി സ്വീകരിക്കേണ്ട സ്ഥലമാണിത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ ഏറ്റവും കൂടുതൽ കെയർ ആവശ്യമായതാണ് ഈ പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ആ സ്ഥലത്താണ് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പോലും സ്ത്രീകളെ എടുത്ത സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നിരവധി പേർ പരാതി പറഞ്ഞുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചിലർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു, ചിലർക്ക് പ്രതികരിക്കുന്ന ചില പരിമിതികളുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല, ഏറ്റവും ദാരുണം എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ ഈ സ്ട്രെച്ചസിലൂടെ എടുത്ത് മുകളിലേക്ക് കയറ്റുന്നത്. അത് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതീവ ജാഗ്രതയോടുകൂടിയാണ് കാണേണ്ടത്. അതീവ കെയർ ആവശ്യമായ ഒരു സമയമാണ്. സ്ത്രീകളുടെ കുട്ടികളുടെ സാധാരണ ആശുപത്രിയായി പോലും എസ്.ഐ.ടി കാണാനാകില്ല. കാരണം സങ്കീർണമായ പ്രസവങ്ങൾ, അതും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അടിയന്തര ആവശ്യങ്ങൾ തുടങ്ങി സങ്കീർണമായ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികളെ പോലും എത്തിക്കുന്ന ഒരിടമാണ് എസ്.ഐ.ടി. അവിടെ ഇപ്രകാരം ഒരു അലംഭാവം നടന്നിട്ട് ആരും പ്രതികരിക്കാത്തതിലാണ് അതിശയം. നടപടി ഇല്ലാത്തതിൽ തീർച്ചയായും അതിശയം രേഖപ്പെടുത്തേണ്ടതാണ്. ഒരു മാസമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ രോഗികൾ എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് എന്നത് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട അല്പസമയം മുമ്പാണ് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടത്. എന്നാൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ജൂബിലി ബിൽഡിംഗ് ഉണ്ട്, ഗോൾഡൻ ജൂബിലിയുടെ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് വഴി അടിയന്തര ചികിത്സയ്ക്കുള്ള ആവശ്യം നൽകുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ അത്തരത്തിലാണ് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ വാർഡിൽ നിന്നും ഏകദേശം 100 മീറ്ററോളം ദൂരം മാറിയാണ്, ഈ വാർഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ഗോൾഡൻ ജൂബിലി ബിൽഡിംഗ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ആ കെട്ടിടത്തിലേക്ക് എത്തിച്ച് അവിടുന്ന് ലിഫ്റ്റിൽ നിന്ന് താഴേക്ക് ഇറക്കും എന്നാണ് ഇപ്പോൾ ഈ സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വസ്തുത എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നാണ് ഈ രോഗികളുടെ, അതായത് ഈ സ്ത്രീകളോട്, ഈ ഗർഭിണികളുടെ കൂടെയും അതുപോലെ തന്നെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ സ്ത്രീകളുടെയും എല്ലാം കൂട്ടിരിപ്പുകാർ നമ്മളോട് പറയുന്നത്. അതായത് കൈകൊണ്ട് തോളിലൊക്കെ സ്ട്രെച്ചസിൽ എടുത്തുകൊണ്ട് മേളിലേക്ക് കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ ചിലർ പരാതി പറഞ്ഞെങ്കിൽ പോലും ഈ പരാതിയിൽ പരിഹരിക്കുന്നതിനുള്ള നടപടിയൊന്നും നിലവിൽ ഉണ്ടാകുന്നുമില്ല. സൂപ്രണ്ട് നമ്മളോട് പറയുന്നത് ഈ ലിഫ്റ്റിന് ചില കംപ്ലൈൻ്റ് ഉണ്ട്, ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹരിച്ച് പുതിയ ലിഫ്റ്റ് വയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഏകദേശം ഒരു മാസത്തോളമായി ഇത് കംപ്ലൈൻ്റായി കിടക്കുന്നു. ഇത് പ്രശ്നം, അതായത് പ്രവർത്തനരഹിതമായിട്ട് ഒരു മാസത്തോളം ആയി എന്നതാണ് ഈ രോഗികളടക്കം പറയുന്നത്. വരുന്ന കൂട്ടിരിപ്പുകാർക്ക് എടുത്തു പറയേണ്ടത് ഈ സ്ത്രീകളോടൊപ്പം വരുന്ന പ്രസവ സംബന്ധമായ ചികിത്സയ്ക്കും ആവശ്യങ്ങൾക്കുമായി എത്തുന്ന ആളുകളോടൊപ്പമുള്ള, അല്ലെങ്കിൽ സ്ത്രീകളോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാർ, അത് ഏറെയും പ്രായമായവർ അമ്മമാരായിരിക്കും, അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുള്ള അമ്മമാരും സ്ത്രീകളുമൊക്കെ ആയിരിക്കും. അവർക്ക് തന്നെ ഇത്രയും പടികൾ ചവിട്ടി കയറുന്നതിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഇവർ ഈ നിരവധി തവണ ഈ മുകളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്തത്. ഇത്തരത്തിലാണ് സാഹചര്യമുള്ളത്. എന്നാൽ ഇതിൽ ഒരു നടപടി സ്വീകരിക്കുവാൻ ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നാണ് വ്യാപകമായിട്ട് ഒരു പരാതി ഉണ്ടാകുന്നത്. പലതവണ അധികൃതരുമായി ബന്ധപ്പെട്ടു എന്നാണ് ഇപ്പോൾ കൂട്ടിരിപ്പുകാരൊക്കെ നമ്മളോട് പ്രതികരിക്കുന്നത്. ചിലർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. 3 വർഷം മുമ്പ് ഈ എസ്.ഐ.ടി ആശുപത്രി ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി 20 ലക്ഷത്തിലധികം രൂപ ഈ ലിഫ്റ്റ് നവീകരണത്തിന്, എസ്.ഐ.ടിയിലെ ലിഫ്റ്റ് നവീകരണത്തിന് തുക ഇതേ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറിയിരുന്നു. അതുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.